സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ചിൻ്റെ അടുത്ത വീഡിയോ. ആകർഷണ നിയമം പറയുന്നത് ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, എനിക്കത് കിട്ടും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് നേടാൻ കഴിയും എന്നാണ്. വിശ്വാസം മാത്രം പോരാ, വേറെയും കുറേ ഘടകങ്ങളൊക്കെ ഉണ്ട് അതിൽ. എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ എന്നുള്ളതൊക്കെ മുൻപത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുൻപുള്ള എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. എനിക്കൊരു കാര്യം നേടാൻ കഴിയുമെന്ന് വെറുതെ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. തലച്ചോറ് അത് വിശ്വസിക്കില്ല. അതിങ്ങനെ സംശയങ്ങൾ ഉണ്ടാക്കും. മാസം ഒരു 20,000 രൂപ വരുമാനമുള്ള ഒരാൾ, അയാൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് മാസം 1,00,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ കഴിയും, അതിനുള്ള കഴിവ് എനിക്കുണ്ടെന്ന്. തലച്ചോറ് സമ്മതിക്കില്ല. ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ വരും. എങ്ങനെ കഴിയാനാ? ഇത്ര വർഷം അധ്വാനിച്ചിട്ട് മാസം 20,000 രൂപ ഉണ്ടാക്കാനല്ലേ കഴിഞ്ഞുള്ളൂ എന്നൊക്കെ. പക്ഷെ അദ്ദേഹം അത് ആക്ഷനിലേക്ക് എടുക്കാൻ തീരുമാനിച്ചു. അയാൾ നേരെ പോയി കുറച്ച് ഹോൾസെയിൽ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി ആമസോണിൽ വിൽക്കുകയാണ്. ഒരു മാസം ഒരു 20,000 രൂപ ലാഭം കിട്ടി. അയാൾ ചിന്തിക്കുകയാണ്, ഈ മാസം 20,000 ലാഭം കിട്ടി, ഞാൻ കുറച്ച് പ്രൊഡക്ട്സേ വാങ്ങിയിട്ടുള്ളൂ, ഈ പ്രൊഡക്ട്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക വഴി ലാഭം കൂട്ടാം. അങ്ങനെ ഒരു കാലത്ത് എനിക്ക് 1,00,000 രൂപ ഉണ്ടാക്കാൻ കഴിയും. ആ പ്രവൃത്തി കാരണം അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞു. വിശ്വസിച്ചാൽ നടക്കും, പക്ഷെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ തന്നെ നമുക്കതിനുള്ള തെളിവ് കാണിച്ചു കൊടുക്കണം. സീക്രട്ട് എന്ന പുസ്തകത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ മുഖാന്തരം നേടിയെടുക്കാനുള്ള ഒരു സൂത്രവാക്യം പറയുന്നുണ്ട്. ഒരു കാര്യം, ഒരു കോട്ട്, ആസ്ക്, ബിലീവ്, റിസീവ് എന്ന്. ചോദിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക എന്ന്. ഇവിടെ ചോദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു തോട്ട് ഉണ്ടാക്കണം. എങ്ങനെ? അതിന് സമയമെടുത്ത് ആലോചിച്ച് നമ്മളൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യണം. അവിടെ ആക്ഷൻ ഉണ്ട്. ഇപ്പോൾ ബിലീവ് ചെയ്യാൻ, വിശ്വസിക്കാൻ ആക്ഷൻ വേണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്വീകരിക്കാൻ, അത് നമ്മുടെ കയ്യിൽ കിട്ടാനും ആക്ഷൻ വേണം. ഈ കാര്യത്തെ മെറ്റഫറിക്കലായിട്ട് ഓതർ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചിന്തകൾ കൊണ്ട് മലയടിയിൽ നിന്ന് സ്വർണം സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ അത് നാണയമായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ ഇറങ്ങി കുഴിക്കണം, അല്ലെങ്കിൽ തുരങ്കം ഉണ്ടാക്കണം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും തുരങ്കമൊക്കെ ഉണ്ടാക്കി ആ പ്രോസസ്സൊക്കെ ചെയ്ത് അത് നാണയമാക്കിയിട്ട് നിങ്ങൾക്ക് തരണമെങ്കിലും നിങ്ങളതിന് വില കൊടുക്കണം. അതിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കേണ്ടി വരും. ചുരുക്കത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ് ആക്ഷൻ. ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫാനായ പലരും ഉണ്ട്. അവരിങ്ങനെ ഈ ആക്ഷൻ എന്ന കാര്യത്തെ അവിടെ വിട്ടുപോകുന്നുണ്ട്. അവരിങ്ങനെ ദിവാസ്വപ്നങ്ങളിൽ ലയിച്ചിരിക്കുകയാണ്, ഒരു മായയിൽ. നമ്മളതിലേക്ക് ആക്ഷനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്, എന്നാലേ ആ പ്രോസസ്സ് പൂർത്തിയാവുള്ളൂ. സീക്രട്ടിൽ ആക്ഷനെക്കുറിച്ച് കൂടുതലും പറയാത്തതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്ക് ഹൈദരാബാദി ബിരിയാണി കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി. പക്ഷെ പെട്ടെന്നൊരു 3 ദിവസം മാറ്റി വെക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, എൻ്റെ പല സാഹചര്യങ്ങൾ കാരണം. എന്നാലും എൻ്റെ ആഗ്രഹത്തിൻ്റെ തീവ്രതയിൽ ഇതെന്താണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് ഈ കോഴിക്കോടൻ ബിരിയാണി കഴിച്ച് ശീലിച്ച് എനിക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ അറിയണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ ഹൈദരാബാദിലോട്ട് പോയി. ഹൈദരാബാദിലോട്ട് പോകുന്ന ആ പ്രോസസ്സ് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കാത്തിരിക്കണം. അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അവിടെ എത്തി. അവിടെ ഞാൻ റൂം എടുക്കണം, ഏതാണ് ബെസ്റ്റ് റൂമെന്ന് ഞാൻ തിരഞ്ഞു നോക്കണം. ഇങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പുറകിലുണ്ട്. അവസാനം ഞാൻ ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന കട ഏതാണെന്ന് ഞാൻ തിരഞ്ഞെടുക്കണം, ഹോട്ടൽ ഏതാണെന്ന് ഞാൻ തിരയണം. അങ്ങനെ ഞാൻ ഗൂഗിളിൽ തിരയുന്നു, ഇത് കണ്ടെത്തുന്നു. ഇതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ അവസാനം ബിരിയാണിയുടെ മുൻപിൽ പോയി ഞാൻ ഇരിക്കുകയാണ്. ബിരിയാണി ഞാൻ കാണുന്നു, ഞാനത് സ്മെല്ല് ചെയ്ത് നോക്കുന്നു. പോരാ, ബിരിയാണി എൻ്റെ വായിലെത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയും ആക്ഷൻ വേണം എനിക്ക്. ഞാനിങ്ങനെ എടുത്ത് കഴിക്കണം അത്. അപ്പോൾ ഇത്ര ആക്ഷൻ അതിൻ്റെ പുറകിലുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ബിരിയാണി കഴിച്ച് കഴിയുമ്പോൾ പോലും ഇത് ഇത്ര ആക്ഷൻ ഉണ്ട്, ഇതിന് ബുദ്ധിമുട്ടുകളുണ്ട്, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. എൻ്റെ ആഗ്രഹത്തിൻ്റെ ആ തീവ്രത കാരണം ഒടുവിൽ ബിരിയാണി എന്ന എൻ്റെ ആ തോട്ടിനെ, എൻ്റെ ആഗ്രഹത്തെ ഞാൻ പോയി മാനിഫെസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളറിയാതെ ആ ഹാർഡ് വർക്കൊക്കെ ആയിരിക്കാം, എന്നാൽ പോലും നിങ്ങളത് ചെയ്യും. ഒരാൾ പുറകെ നടന്നിട്ട് ആക്ഷൻ വേണം എന്നാലേ നിങ്ങളുടെ ആഗ്രഹം സാധിക്കൂ, ഡു ഇറ്റ് നൗ എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു പെൺകുട്ടിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാമുകൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ദൂരെ നിന്ന് മാറി നിന്നൊരാൾ നോക്കുമ്പോൾ അയാൾ വിചാരിക്കും, ഇവനെന്താ പ്രാന്താണോ എന്നൊക്കെ. പക്ഷെ അയാളുടെ ആഗ്രഹമാണത്. അയാൾ അതിന് പുറകിലെ ഹാർഡ് വർക്കോ പ്രവൃത്തിയൊന്നും അയാൾക്ക് വിഷയമില്ല. ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. പക്ഷെ സമൃദ്ധിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് ഇനി ഈ പുസ്തകം പറയുന്നത്. നിങ്ങൾക്ക് മുന്നേറാനുള്ളൊരു വഴി നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്.
ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ നിധിയുടെ മുകളിൽ കിടന്നുറങ്ങിയിട്ട് നിധി തേടി ലോകം മുഴുവൻ അലഞ്ഞ ആ പഴയ ആട്ടിടയന്മാരാണ് നമ്മളൊക്കെ. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോഴുള്ള ഈ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണോ അത് നിങ്ങൾ തിരിച്ചറിയുക. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കുക. എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുക. അങ്ങനെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയർത്തണം. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഇപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് നോക്കുക. എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറവാണ്, എനിക്ക് സെയിൽസിലെ സ്കില്ല് കുറവാണ്. ഇതൊക്കെ ഞാൻ തിരിച്ചറിയുന്നു. ഇതാണ് എൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ. അവിടെ എങ്ങനെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നു, അതിൽ വർക്ക് ചെയ്യുന്നു, എൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നു. അല്ലാതെ എനിക്ക് സാഹചര്യമില്ല, പല കാരണങ്ങൾ പറഞ്ഞിട്ട് സാഹചര്യം വരട്ടെ, വരുമ്പോൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്ന ആളുകൾ കാത്തിരിക്കുകയുള്ളൂ. ആരാണോ പ്രസൻറ്റ് സിറ്റുവേഷൻ ബെസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത് അവർ കാരണമാണ് ഈ ലോകം ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ ദിവസവും സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളും സക്സസ്ഫുൾ ആവും, നമ്മുടെ ഓൾ ലൈഫും സക്സസ്ഫുൾ ആവും. നമ്മുടെ ഓരോ ദിവസവും ഒരു ഉപയോഗവുമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്തിട്ട്, കുറേ പ്രവൃത്തികൾ ചെയ്തിട്ട്, എന്നാൽ ചെയ്യേണ്ടത് ചെയ്യാതെയും ഇരുന്നിട്ട് അതാണ് ഫെയിലിയർ. അപ്പോൾ നമ്മളും ഫെയിലിയർ ആവും, നമ്മുടെ ഓൾ ലൈഫും ഫെയിലിയർ ആവും. പ്രസൻറ്റിൽ നമ്മൾ ചെയ്യേണ്ട ജോലിയോ ബിസിനസ്സോ എന്തും ആവട്ടെ, അത് ബെസ്റ്റായിട്ട് ചെയ്യാതിരിക്കലാണ് ഫെയിലിയർ. ധാരാളം ശുദ്ധജലമുള്ളൊരു ഗ്രാമത്തിൽ ഒരാൾ വാട്ടർ ക്യാൻ്റെ ബിസിനസ് തുടങ്ങുകയാണ്. അയാൾ വീടുകൾ തോറും നടന്ന് വിൽക്കാൻ ശ്രമിക്കുകയാണ്. വെള്ളത്തിൻ്റെ ക്യാനുണ്ട്, ശുദ്ധമായ ജലമാണെന്നൊക്കെ. അയാൾ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ അയാൾ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. കാരണം അയാളൊന്ന് ചിന്തിക്കണം, എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് അയാളൊന്ന് പഠിക്കണമായിരുന്നു. നമ്മൾ വെറുതെ അങ്ങ് അധ്വാനിക്കുകയല്ല ചെയ്യേണ്ടത്. വേണ്ടത് എന്താണോ വേണ്ട വിധത്തിലാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. എവരി ഇൻഎഫിഷ്യൻ്റ് ആക്ട് ഈസ് എ ഫെയിലിയർ. ജീവിതം മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ആവശ്യമില്ലാത്തതാണെന്നേ ഉള്ളൂ. അയാളുടെ ഓൾ ലൈഫും ഫെയിലിയർ ആവും. ലൈഫ് മുഴുവൻ എഫിഷ്യൻ്റായിട്ട് ഗുണമുള്ള ജോലികൾ ചെയ്തു വരികയാണെങ്കിൽ അയാളുടെ മുഴുവൻ ലൈഫും സക്സസ്ഫുൾ ആവും. സമൃദ്ധി അയാളെ തേടി വരും. നമ്മൾ നമ്മുടെ ജോലി ശരിയായിട്ട് ചെയ്യാതെ ചെയ്തു എന്നൊക്കെ വരുത്തി തീർത്തിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ആക്ടറിൻ്റെ വീഡിയോ കാണുകയാണ്, അയാളുടെ ഇൻ്റർവ്യൂ കാണുകയാണ്. എന്നാൽ ആ ആക്ടർ അയാളുടെ ജോലി ശരിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അയാളുടെ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയാണ് ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അതെങ്ങനെ മികച്ചതായിട്ട് ചെയ്യാമെന്ന് അയാൾ ചിന്തിക്കുന്നു. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ട്. അയാളുടെ ജോലി അയാൾ ശരിയായിട്ട് ചെയ്യുന്നു. അയാൾ ഒരു സിനിമ അല്ലെങ്കിൽ അടുത്ത സിനിമയിലൂടെ പതുക്കെ സക്സസ്ഫുള്ളായി വളർന്നു വരുന്നു. സമൃദ്ധി അയാളെ തേടി വരുന്നു. എവരി ഇൻഎഫിഷ്യൻ്റ് ആക്ട് ഈസ് എ ഫെയിലിയർ. ഓതർ പറയുന്നു, നമ്മൾ ശരിയായ കാര്യത്തെ ശരിയായിട്ട് ബെസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ യൂണിവേഴ്സ് സമൃദ്ധി കൊണ്ടുതരും. നിങ്ങൾ ഈ വീഡിയോ കാണാൻ തിരഞ്ഞെടുത്തു, അത് ശരിയായൊരു കാര്യമാണ്. ഈ സമയം നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഏതെങ്കിലും ഒരു റീല് കണ്ടിരുന്നൂടെ? നിങ്ങൾ ഈ കാര്യം തിരഞ്ഞെടുത്തു. ഈ കാര്യത്തിന് എങ്ങനെ ബെസ്റ്റായിട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ വീഡിയോ ചിലർ മുഴുവൻ കാണില്ല, പകുതിയാവുമ്പോൾ സ്കിപ്പ് ചെയ്തു പോകും. ചില ആളുകൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ താഴെയുള്ള മറ്റ് വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ചില ആളുകൾക്ക് ക്ഷമയില്ലാഞ്ഞിട്ട് വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടുകൊണ്ടിരിക്കും. ചിലർ ഈ വീഡിയോ എങ്ങനെ ബെസ്റ്റായിട്ട് ചെയ്യാമെന്ന രീതിയിൽ ഈ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് നോട്ട്സ് എഴുതുന്നു. ഒരാക്ഷനെ ചെയ്യാതിരിക്കാം, ചെയ്യുന്നത് തന്നെ എങ്ങനെ ബെസ്റ്റായിട്ട് ചെയ്യാം, ശരിയായിട്ട് ചെയ്യാം എന്ന് നമുക്ക് അന്വേഷിക്കാം, അത് ചെയ്യാം. ഇങ്ങനെ ബെസ്റ്റായിട്ട് ആ കാര്യത്തെ തിരഞ്ഞെടുക്കുകയും ശരിയായത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുകയും ചെയ്യുന്ന അയാളാണ് സക്സസ്ഫുൾ. ഓതർ പറയുന്നു, മാത്സ് പോലെയാണ്. ചില നിയമങ്ങൾ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ അതിനുള്ള റിസൾട്ടും കിട്ടും. അതാണ് ജീവിതം. സോ സക്സസിൻ്റെ ഒരു ഫോർമുല ഇതാണ്, സമൃദ്ധിയുടെ ഒരു ഫോർമുല ഇതാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ആ പ്രപഞ്ചശക്തി, ആ ലിവിങ് സബ്സ്റ്റൻസ്, അതിൻ്റെ ടെൻഡൻസി തന്നെ വളർച്ചയാണെന്ന് നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഫസ്റ്റ് വീഡിയോയിൽ. അതിൻ്റെ ടെൻഡൻസി തന്നെ എക്സ്പാൻഷനാണ്. എങ്ങനെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുമോ അതൊക്കെ അത് ശ്രമിക്കും. ഒപ്പം നമ്മളും ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രപഞ്ചവുമായി അലൈൻ ആവുമ്പോൾ നമ്മളും വളരും. ഈ പ്രപഞ്ചം നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിത്തരും. താങ്ക് യു യൂണിവേഴ്സ്. സ്ട്രോങ് ആയൊരു ചിന്തകളാണ് ഈ പ്രപഞ്ചത്തിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കൂ എന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി അടുത്തത് പറയാനുള്ളത്, സ്ട്രോങ് ആയൊരു ആക്ഷനാണ് നമുക്ക് സക്സസ് കൊണ്ടുതരൂ, സമൃദ്ധി കൊണ്ടുതരൂ എന്ന് പറയുന്നത്. എന്താണ് ഒരു ആക്ഷനെ സ്ട്രോങ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഒരു ബ്ലൂ പ്രിൻ്റ് വേണം. പിന്നെ എൻ്റെ ലക്ഷ്യം ഞാൻ നേടും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെ അത് നേടാനുള്ള ഇമോഷണലായൊരു കാരണം,
ഒരു പേർപ്പസ് ഉണ്ടാകണം. ഒരു തോട്ട് റിയാലിറ്റി അവൻ എന്തൊക്കെ വേണം എന്ന ആ വീഡിയോയിൽ പറഞ്ഞ സെയിം സംഗതികൾ. അങ്ങനെ നേരത്തെ പറഞ്ഞ ഈ ഫോമുലകളുണ്ടല്ലോ, ഇതൊക്കെ കൂടിച്ചേരുന്ന ആളുകളിലേക്കാണ് സമൃദ്ധി ഉണ്ടാകുന്നത്, സക്സസ്ഫുൾ ആകുന്നത്. നമ്മുടെ മനസ്സിനൊരു ശക്തി ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മുടെ പ്രവൃത്തിക്കൊരു ശക്തി ഉണ്ടെന്ന് നമുക്കറിയാം. എവിടെ ഉപയോഗിക്കണമോ അവിടെ ഉപയോഗിക്കുക. അല്ലാതെ അനാവശ്യ ചർച്ചകളിലൊക്കെ ഇടപെട്ട് അനാവശ്യ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ട് ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യും, ഞാൻ വലുതായിട്ട് എന്തെങ്കിലും ചെയ്യും, എനിക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്, അതെനിക്ക് നേടാൻ കഴിയും എന്നെനിക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം വീട്ടിലെ സോഫയിൽ കിടന്നുകൊണ്ട് ഇൻസ്റ്റയിൽ ആക്ട്രസിൻ്റെ ഹോട്ട് ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്യുന്ന ആളുകൾ. ആക്ട്രസ് ശരിയായ കാര്യമാണ് ചെയ്യുന്നത്. അവർ ഹോട്ടായിട്ട് പോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വല്ല ഡയറക്ടേഴ്സ് കാണണം, ഇമ്പ്രസ് ചെയ്യണം, പുതിയ അവസരങ്ങൾ കിട്ടണം, പബ്ലിസിറ്റി വർദ്ധിപ്പിക്കണം, കൂടുതൽ ശ്രദ്ധ തന്നിലേക്ക് വരണം. അങ്ങനെ ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. അവർ ശരിയായ കാര്യം എങ്ങനെ ബെസ്റ്റായിട്ട് ചെയ്യാമെന്ന് എന്ന് ആലോചിച്ച് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമൊക്കെയാണ് ഈ ഹോട്ട്നെസ്സൊക്കെ. എന്നാൽ നമ്മൾ ശരിയായ കാര്യം അതാണോ തിരഞ്ഞെടുക്കുന്നത്? അത് ശരിയായിട്ടാണോ ചെയ്യുന്നത്? ഇസ്മി MkJayadev.